ജയരാജൻ പൊറ്റശ്ശേരി, കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് പൊറ്റശ്ശേരി എന്ന ഗ്രാമത്തിലാണ് എൻ്റെ പ്രവർത്തന മേഖല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് എല്ലാവരും അറിയുന്നൊരു സംഗതിയാണ്. നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റമൂലിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നാട്ടറിവ് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. കേട്ടെ, ഇതാണ് നമ്മൾ മുക്കുറ്റി, നിലന്തെങ്ങ് എന്നൊക്കെ പറയും. നിലമ്പനയല്ല, നിലന്തെങ്ങ് എന്ന് പറയും. മുക്കുറ്റിയാണ് ഇതിൻ്റെ പേര്. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉരിയാടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് വിളി കേൾക്കാൻ പാടില്ല, ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പാടില്ല. അത്രയ്ക്കും ഇതുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സസ്യമാണ്. ഇതൊരു മാക്സിമം ഒരടി വരെ ഉയരത്തിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് വർഷക്കാലത്തും മഞ്ഞുകാലത്തുമാണ് ഇത് കാര്യമായിട്ടുണ്ടാകുക. വേനലിൽ ഈ സാധനം ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെൻസസ് ആയിട്ട് ബ്ലീഡിങ് നിൽക്കാത്ത സ്ത്രീകൾക്ക് ഇതിൻ്റെ സമൂലം അരച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒരു തുള്ളി മുർദാവിലൊറ്റിക്കുക, ഒരു തുള്ളി പൊക്കളിലൊറ്റിച്ച് കഴിഞ്ഞിട്ട് ടക്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, പെട്ടെന്ന് മുറിവ് പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും മരുന്ന് തരേണ്ട. ഈ ഒരു സാധനം പറിച്ചെടുത്തിട്ട് നമ്മളത് അരച്ചിട്ട് നീര് വെച്ച് പറ്റിയ സ്ഥലത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, നനയ്ക്കാൻ പാടില്ല, വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് ആ മുറി കൂടിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇത്. വെള്ളം വെട്ടി തിളപ്പിച്ച് കുടിക്കുക. അതുപോലെ തന്നെ ഇത് കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ ചക്കര, തെങ്ങും കള്ളിൻ്റെ ചക്കരയും ഇതും കൂടി കൂട്ടിയിട്ട് ഇതൊരു കിലോനോളം പറിച്ചെടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ഇത് വെണ്ണമാതിരി വരും, അരച്ചിട്ട് ഇതും കരിപ്പട്ടിയും കൂടി വെച്ചിട്ട് ലേഹം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ എത്ര കൂടിയ ഷുഗർ ആയിക്കോട്ടെ അത് നോർമലായിട്ട് വരുന്ന ഏക സസ്യമാണ് ഇത്. ഇതിൻ്റെ ബാക്കിയുള്ള അടുത്ത ഭാഗം ഞാൻ അടുത്ത ഇതിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇത് പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പാടില്ല. അത്രയ്ക്കും ദൈവികമായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഇതിനെ കാണുന്നത്. അതാണ് ഈ ഒറ്റമൂലി. നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് ഒറ്റമൂലികൾ, ഒരുപാട് ചികിത്സയ്ക്കുള്ള ക്യാൻസറിന് പോലുള്ള മരുന്നുകൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളത് വേണ്ട മാതിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇത്ര മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇനി അടുത്ത ലക്കത്തിൽ പറയുന്നതായിരിക്കും.